എൻ്റെ കൈകളിൽ നല്ല പോലെ കരിവാളിപ്പും ഒക്കെ ഉണ്ട്. 1 മിനിറ്റിന് ശേഷം കഴുകിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. അങ്ങനെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. ഈ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ചർമ്മ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പല പാക്കുകളും പല ക്രീമുകളും ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതാ ഞാൻ ഈ പറയുന്ന പാക്ക് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ചാൽ മതി, മറ്റുള്ള ഒന്നിൻ്റെയും പുറകിന് നിങ്ങൾ ഇനി പോവുക പോലും ചെയ്യില്ല. നല്ല അടിപൊളി റിസൾട്ട് നൽകുന്ന അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിന്നിൻ്റെ കരിവാളിപ്പും ഒക്കെ മാറ്റി സ്കിൻ നല്ല പോലെ നിറം വെക്കും ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. തക്കാളിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തക്കാളിക്ക ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. തക്കാളിക്കയിൽ വളരെ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ നിറം നൽകാനൊക്കെ സഹായിക്കും. കാരണം തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന പല വിറ്റാമിനുകളും നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം വൈറ്റനിങ് ക്രീം ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്തും ഈ പറഞ്ഞ തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന് നിറം നൽകാൻ ഇനി പുറത്ത് വിപണിയിൽ കിട്ടുന്ന ക്രീമോ പാക്കിൻ്റെ പുറേനോ ഒന്നും നിങ്ങൾ പോകേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിലുള്ള തക്കാളിക്ക കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചാൽ മതി. സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ സാധിക്കും. ഇനി നിങ്ങളുടെ സ്കിൻ കരിവാളിക്കുകയോ ഒന്നും ചെയ്യില്ല. സ്കിൻ നല്ല പോലെ നിറം വെച്ചിരിക്കാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. ആ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണാം. അതിലേക്ക് നമുക്ക് പോകാം. മുഖം വെളുക്കാൻ തക്കാളിക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു പാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതിന്. അതിനു വേണ്ടി ഞാൻ പകുതി മുറി തക്കാളിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഇതുണ്ടോ ഞാൻ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മുടെ ആ ഒരു ബൗളിലേക്ക് വീഴുന്നതാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്യണം കേട്ടോ. നിങ്ങളൊരു 3-4 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചേഞ്ചസ് കാണാൻ തുടങ്ങും. തക്കാളിക്കകത്ത് വിറ്റാമിൻ എ, കെ, സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളിപ്പം പല സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ മേടിക്കാറില്ലേ, അതിലൊക്കെ തക്കാളിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, കെ, സി ഉണ്ടല്ലോ, അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നിറം വെക്കാനൊക്കെ സഹായിക്കുന്നത്. നമ്മുടെ ചർമ്മത്തിന് വിറ്റാമിൻ എ, കെ, സി വേണ്ടതാണ്. എന്നാലേ നമ്മുടെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഈ തക്കാളിക്ക നീരെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒരു ക്ലെൻസ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ തക്കാളിക്ക നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക നീര് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും ചർമ്മത്തിനുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനും ഒക്കെ തക്കാളിക്ക നീരിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ തക്കാളിക്ക നീര് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത തക്കാളിക്ക ഒരു പകുതി മുറി തക്കാളിക്കയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ അതിന് മൊത്തവും എടുക്കണം. ഒരു തക്കാളിക്ക മൊത്തം എടുക്കണം. ഞാനൊരു ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു തക്കാളിക്കയുടെ മൊത്തവും ആ ഒരു നീര് എടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ്. കടലമാവ് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ഒരു നിറം നൽകാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ തുടച്ചു മാറ്റാനുമൊക്കെ കടലമാവിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ കടലമാവ് ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ്. ഹണി നമ്മുടെ സ്കിൻ ലൈറ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ ഹണി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, അതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾ അതിന് പകരം ശുദ്ധമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനങ്ങനെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കുകയാണ്.
ഇപ്പം നിങ്ങളുടെ കായ്കളിലും ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും കഴുത്തേലുണ്ടാകുന്ന കരിവാളിപ്പും ഒക്കെ മാറ്റാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചേഞ്ചസ് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിക്കാം. എൻ്റെ ഫേസിലിട്ട് കാണിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നത് എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ആയിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ കൈകളിൽ ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങളെ. എൻ്റെ കൈകളിൽ നല്ല പോലെ കരിവാളിപ്പും ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ കൈകളിൽ കൂടുതലും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കൂടുതലായിട്ടും പലർക്കും കൈകളിലൊക്കെ കരിവാളിപ്പൊക്കെ ഉണ്ടാവുന്നത്. എൻ്റെ ഫേസിന് പക്ഷേ എന്നാൽ അത്ര കരിവാളിപ്പൊന്നുമില്ല. പക്ഷെ എന്നാൽ കൂടുതലായിട്ടും ഉള്ളത് എൻ്റെ കൈകൾക്കാണ്. അപ്പോൾ കൈകളിൽ ഇട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പാക്ക് തയ്യാറാക്കിയത് കണ്ടായിരുന്നല്ലോ, ആ ഒരു പാക്ക് ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ഒന്നിരാടങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ അനുസരിച്ച് അങ്ങനെ പാക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പാക്ക് ഇടുമ്പം ഇങ്ങനെ വെച്ചങ്ങ് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുകയില്ല, അങ്ങനെയല്ല ഈ ഒരു പാക്ക് ഇടേണ്ടത്. ആദ്യം ഒന്ന് ഫേസിലൊന്ന് ഇതുപോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഇടാനായിട്ട്. നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനൊക്കെ സാധിക്കും. സാധാരണ പാക്ക് ഇടുന്ന സമയത്താണെങ്കിലും കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും. പക്ഷെ എന്നാൽ നമുക്കൊരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് മസാജ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ ആ ഒരു പാക്ക് ഇരിക്കുകയാണെങ്കിൽ ഗുണം ഇരട്ടിയായിട്ട് കിട്ടുന്നത്. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോർമൽ രീതിയിൽ മസാജ് ചെയ്തുകൊണ്ടോ അതേപോലെ വേണം നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് 2 മിനിറ്റിന് ശേഷം കഴുകിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിക്കാം. എന്തായാലും നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു തക്കാളിക്ക എടുത്തായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു അതായത് ഈ ഒരു തോടുണ്ടല്ലോ, തോടെന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു തോട് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് 1 മിനിറ്റ് കൂടെ ഒന്ന് സ്കിന്നിൽ അതിരിക്കണം. അതിനുശേഷമാണ് നമ്മളിത് കഴുകുന്നത്. തോടുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ആദ്യം നമ്മളൊന്ന് മസാജ് ചെയ്തായിരുന്നു പാക്ക് ഇട്ടപ്പോൾ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഞാനങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ആ ഒരു തക്കാളിക്കയുടെ ജ്യൂസിൻ്റെ എല്ലാവിടെ സത്ത് ഇറങ്ങാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ അങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും 1 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ, അടിപൊളി. നേരത്തെ കൈയുടെ കളർ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാൻ കഴുകി നിങ്ങളെ കാണിക്കാം. പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ കൈകൾ ഇറക്കി വെച്ച് ഞാൻ കഴുകുകയാണ്. ഈ പാക്ക് നിങ്ങളുടെ സ്കിൻ നല്ല പോലെ നിറം നൽകാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, തക്കാളിക്കയിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന പല സ്കിൻ വൈറ്റനിങ് ക്രീമിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. തക്കാളിക്കയിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് നിറം നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല വൈറ്റനിങ് ക്രീമിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് തക്കാളിക്ക നീരിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളിക്ക നീര് വെച്ചുള്ള പാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പാത്രം മാറ്റാം. അങ്ങനെ പാത്രം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഫേസിൽ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ പാക്ക് ഇട്ടതിന് ശേഷം സോപ്പ് മറ്റുള്ള ക്രീമുകളോ ഒന്നും ഫേസിലിടേണ്ട. കാരണം ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആവും. പിന്നെ മറ്റുള്ള കാര്യത്തിൻ്റെ പുറകിനൊന്നും പോകേണ്ടി വരിക പോലും ചെയ്യില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണേ. കണ്ടോ, നിങ്ങൾ ചേഞ്ചസ് കണ്ടോ, കിടിലൻ സംഭവമാണ്. നിങ്ങൾ ചേഞ്ച് നോക്കണ്ടോ, ഈ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, നല്ല പോലെ നിറം വെച്ച് ഈ കൈ നല്ല പോലെ കളറും കുറഞ്ഞിരിപ്പുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ, കിടിലൻ സംഭവമാണ്. കണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ചേഞ്ചസും കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ നല്ല പോലെ നിറം നൽകാൻ ഈ പറഞ്ഞ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഏത് തരം സ്കിൻ ടൈപ്പുകാർക്കാണെങ്കിലും ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ള ഒരു ദോഷങ്ങളും നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാവുക
പോലും ചെയ്യില്ല. ഈ പാക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചേഞ്ചസ് കണ്ടിട്ട് പിന്നെയും മുന്നോട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതാണ്. അത്രമാത്രം ചേഞ്ചസ് നൽകുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് ഈ ഒരു പാക്കിൽ നിന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.